നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ അവരാണിപ്പോൾ ലോകത്തിലെ താരം. ഒരു വശത്ത് അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ഇസ്രയേൽ ഏറ്റവും ഒടുവിൽ കട്ടയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് ഇറാനെതിരെയുള്ള ആക്രമണം പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ അമേരിക്കയുടെ കാൽക്കൽ വീഴുന്ന ഇറാനെയാണ് ലോകം കണ്ടത്. ഗാസ മുനമ്പിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തിയത് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ. അതേ സ്പെയിൻ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം. ഇക്കഴിഞ്ഞയാഴ്ച ഏകദേശം 72,000 കുടിയേറ്റക്കാർ സ്പെയിനിലെ ആഫ്രിക്കൻ എൻക്ലേവായ സെവൂട്ടയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയത് യൂറോപ്യൻ യൂണിയൻ. നേരത്തെ ഗസ മുനമ്പിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ഏറ്റവുമധികം ശബ്ദമുയർത്തിയ യൂറോപ്യൻ യൂണിയൻ ക്രമേണ നിശബ്ദരായി. കുടിയേറ്റ കള്ളക്കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിലപാടെടുക്കാൻ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നിർബന്ധിതരായി. യൂറോപ്യൻ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ യൂറോപ്യൻ യൂണിയൻ ആഭ്യന്തരമന്ത്രിമാർ ചൊവ്വാഴ്ച ഒരുമിച്ച് ആവശ്യപ്പെടുന്നു. 27 അംഗ യൂറോപ്യൻ യൂണിയൻ കടുത്ത ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ കുടിയേറ്റ കുതിച്ചുചാട്ടം. 75-ലേറെ ആളുകൾ മരണപ്പെട്ടു. പലരും മുങ്ങിമരിക്കുകയോ കുഴഞ്ഞു വീഴുകയോ ചെയ്തു. മറുവശത്ത് സ്പെയിനിൽ നടന്ന ഈ വലിയ അധിനിവേശത്തിൽ ഇസ്രായേലിൻ്റെ പങ്കന്വേഷിക്കുകയാണ് ചിലർ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ബാഹ്യ അതിർത്തികളുടെ ശക്തമായ സംരക്ഷണം ഒരിക്കൽ കൂടി അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദുരനുഭവം. 2021 സ്യൂട്ടയിൽ സമാനമായ ചില കുടിയേറ്റ അധിനിവേശങ്ങളുണ്ടായി. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയനിൽ വലിയ ഭിന്നതയും പ്രകടമാണ്. അതിർത്തി സുരക്ഷയ്ക്കായി യൂറോപ്യൻ യൂണിയൻ ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് ഡെൻമാർക്ക് ആവശ്യപ്പെട്ടു. ഇറ്റലി അഭയാർത്ഥികൾക്കായി പുതിയ ബാഹ്യ പ്രോസസ്സിംഗ് ഹബ്ബുകളും സുരക്ഷിതമായ മൂന്നാം രാജ്യങ്ങളിലെ റിട്ടേൺ സെന്ററുകളും നിർദ്ദേശിച്ചു. യൂറോപ്യൻ യൂണിയൻ ഇക്കാലം അത്രയും വാദിച്ചു വന്ന മാനുഷിക പരിഗണന എന്ന വിഷയം അവർ കാറ്റിൽ പറത്താൻ നിർബന്ധിതരായി. ഇവിടെയാണ് സെവൂട്ടയിൽ നടന്ന കുടിയേറ്റത്തിന് പിന്നിൽ ഇസ്രയേലിൻ്റെ പങ്കിനെക്കുറിച്ച് ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സെവൂട്ടയിലേക്ക് ഇരച്ചു കയറിയ 72,000-ത്തിലധികം കുടിയേറ്റക്കാർ, അവരിൽ 50,000-ലേറെ പേർ മൊറോക്കോയിലേക്ക് തിരിച്ചുപോയി അവരെ തിരിച്ചയച്ചു എന്നാണ് സ്പെയിൻ അവകാശപ്പെടുന്നത്. ഇസ്രയേലിനെ പിണക്കിയാൽ ആർക്ക് വേണമെങ്കിലും പണി കിട്ടാം എന്നതാണ് ലോകത്തിലെ അവസ്ഥ. അത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി സ്പെയിനിനെ. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചില രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ നേരത്തെ കട്ടയ്ക്ക് ചില നിലപാടുകൾ എടുത്തിരുന്നു. അത്തരം രാജ്യങ്ങൾക്ക് അടുത്ത കാലത്ത് നേരിടേണ്ടി വന്നത് കനത്ത ചില പരീക്ഷണങ്ങളാണ്. ഇത്തരം ദുരനുഭവങ്ങൾക്ക് പിന്നിൽ ഇസ്രായേൽ പണി കൊടുക്കുന്നതാണോ എന്ന സംശയം ലോകത്തിന് ശക്തം. തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് പണി കൊടുക്കാൻ ഇസ്രായേലിനൊരു പ്രത്യേക വിരുതുണ്ട്. അവരുടെ മൊസാദ് അടക്കമുള്ള സംവിധാനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിണക്കാൻ മിക്ക രാജ്യങ്ങളും ഭയപ്പെടുന്നു. പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്ന ചില രാജ്യങ്ങൾ, സ്പെയിനും അയർലൻഡും ഫ്രാൻസുമൊക്കെ പിന്നീട് അനുഭവിച്ച ദുരനുഭവങ്ങൾക്ക് കണക്കില്ല. പല രാജ്യങ്ങളെയും നയതന്ത്രപരമായി വെട്ടിലാക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട്. അവരുടെ സഖ്യശക്തികൾ പരോക്ഷമായി ഇതിന് ഇസ്രായേലിനെ സഹായിക്കുന്നു. ഇപ്പോഴിതാ അയർലൻഡ് നേരിടുന്ന ഒരു കനത്ത പ്രതിസന്ധി. അയർലൻഡ് പ്രധാനമന്ത്രി ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വിമാനത്തിന് ഇപ്പോൾ സാങ്കേതിക സഹായം ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്നില്ല. സ്പെയിനിലെ സെവ്യൂട്ടയിലേക്ക് 10,000-കണക്കിന് കുടിയേറ്റക്കാരെ ഒഴുക്കിവിട്ടതിന് പിന്നിലും ഇസ്രായേലിൻ്റെ കൈകളാണ് ചിലർ സംശയിക്കുന്നത്. മുമ്പൊരിക്കൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്രാരേഖകളില്ലാതെ 150 പലസ്തീനികൾ ചെന്നിറങ്ങിയപ്പോൾ നടുങ്ങിപ്പോയത് ദക്ഷിണാഫ്രിക്ക മാത്രമല്ല, മറ്റ് പലസ്തീൻ അനുകൂലികളായ നിരവധി രാജ്യങ്ങൾ. അന്ന് ദക്ഷിണാഫ്രിക്കയിലെത്തിയ ആ വിമാനം എവിടെ നിന്ന് പുറപ്പെട്ടു എന്നതിനെക്കുറിച്ച് പോലും ചില സംശയങ്ങൾ ബാക്കി. രാഷ്ട്രീയ നിലപാടുകളുടെ പേരിലാണ് ഇസ്രായേൽ കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള അയർലൻഡ് സർക്കാരിൻ്റെ തീരുമാനം. ഇപ്പോഴിതാ അതൊടുവിൽ സ്വന്തം പ്രധാനമന്ത്രിയുടെ യാത്രകളെ പോലും പ്രതിസന്ധിയിലാഴ്ത്തുന്നു. അയർലൻഡ് അടുത്ത കാലത്ത് വാങ്ങിയ ഔദ്യോഗിക വിമാനം ഇതിന് ഇസ്രായേലി സാങ്കേതിക വിദ്യ ഒഴിവാക്കിയതിനെ തുടർന്ന് കടുത്ത മഞ്ഞുള്ള കാലാവസ്ഥയിൽ വിമാനത്തിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അയർലൻഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറുവശത്ത് ഇസ്രായേൽ വമ്പൻ പണി കൊടുത്തു എന്നും അയർലൻഡ് മാധ്യമങ്ങൾ സംശയിക്കുന്നു. അയർലൻഡ് പ്രധാനമന്ത്രിക്കും മറ്റ് മുതിർന്ന മന്ത്രിമാർക്കും വിദേശകാര്യ യാത്രകൾ നടത്തുന്നതിനായി 480 കോടിയോളം രൂപ ചിലവഴിച്ചാണ് ദാസോ ഫാൽക്കൺ 6X എന്ന അത്യാധുനിക എക്സിക്യൂട്ടീവ് ജെറ്റ് അയർലൻഡ് സ്വന്തമാക്കിയത്. എന്നാൽ ഈ വിമാനത്തിൻ്റെ പ്രധാന സുരക്ഷാ ഫീച്ചറുകളിൽ ഒന്ന് ഒഴിവാക്കിയാണ് നിർമ്മാതാക്കളിൽ നിന്ന് വിമാനം അയർലൻഡ് കൈപ്പറ്റിയത്. കനത്ത മഞ്ഞും പുകയും കാരണം കാഴ്ച മങ്ങുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന
ഫാൽക്കൺ ഐ എന്ന അത്യാധുനിക സിസ്റ്റം. ഇത് ഒഴിവാക്കിയാണ് വിമാനം അയർലൻഡിലേക്ക് അവർ കയറ്റുമതി ചെയ്തത്. ഇസ്രയേലി പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് ഫ്രഞ്ച് വിമാന നിർമ്മാതാക്കളായ ദാസോയുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഈ സംവിധാനം. ഇൻഫ്രാറെഡ് ക്യാമറകളും സെൻസറുകളും ഉപയോഗിച്ച് രാത്രിയിലും കനത്ത മൂടൽമഞ്ഞിലും റൺവേ കൃത്യമായി പൈലറ്റുമാർക്ക് കാണിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം. ഈ സിസ്റ്റം ഒഴിവാക്കിയതോടെ കനത്ത മഞ്ഞുള്ള സമയങ്ങളിൽ ഐറിഷ് സർക്കാരിൻ്റെ വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചേരാനോ ഇറങ്ങാനോ കഴിയുന്നില്ല. മറ്റ് എയർപോർട്ടുകളിലേക്ക് മിക്കവാറും വിമാനം വഴിതിരിച്ചു വിടേണ്ടിയും വരുന്നു. 2024 ഓഗസ്റ്റിലാണ് ഐറിഷ് പ്രധാനമന്ത്രി പരസ്യമായി ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞ് പലസ്തീന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത്. ഇതിൻ്റെ തുടർച്ചയായിരുന്നു ഇസ്രായേൽ ബഹിഷ്കരണം. ഫാൽക്കൺ ഐ സിസ്റ്റത്തിനായി ബഹിഷ്കരണം ഒഴിവാക്കാനോ എൽബിറ്റ് സിസ്റ്റംസുമായി പ്രത്യേക കരാർ ഒപ്പിടാനോ തയ്യാറാകേണ്ട എന്ന് അയർലൻഡ് അന്ന് തീരുമാനമെടുത്തു. പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ഏറ്റവും രൂക്ഷമായി പ്രതികരിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു അയർലൻഡ്. അയർലൻഡിനൊപ്പം സ്പെയിനും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്തു. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം പ്രഖ്യാപിക്കുകയും ചെയ്ത അയർലൻഡ് ഒടുവിൽ ഇസ്രായേലിന് മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്നു. ഐറിഷ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തിനെതിരെ വ്യോമസേനയിലെ മുൻ പൈലറ്റുമാരും വ്യോമയാന വിദഗ്ധരുമൊക്കെ വലിയ വിമർശനങ്ങളും ഉയർത്തിയിരുന്നു. സാധാരണ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത മോശം കാലാവസ്ഥയിലും സുരക്ഷിതമായി പ്രധാനമന്ത്രിയെ ലാൻഡ് ചെയ്യിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയാണ് കയ്യിലിരിപ്പ് കൊണ്ട് അയർലൻഡ് കളഞ്ഞുകൊള്ളിച്ചത്. ഇസ്രായേൽ ബഹിഷ്കരണ നയം നടപ്പാക്കി എന്ന് ഒരു വശത്ത് അയർലൻഡ് അവകാശപ്പെടുന്നു. എന്നാൽ അടുത്തിടെ വാങ്ങിയ 4 പുതിയ ഹെലികോപ്റ്ററുകളിലും മാരിടൈം പട്രോൾ വിമാനങ്ങളിലും ഇസ്രയേലി നിർമ്മിത ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ചുരുക്കത്തിൽ അയർലൻഡിനുള്ള പണി പാഴ്സലായി ഇസ്രയേൽ കൊടുത്തു തുടങ്ങിയെന്ന് വ്യക്തം. മറുവശത്ത് സ്പെയിൻ ഇപ്പോൾ ഞെളിപിരി കൊള്ളുകയാണ്. സ്പെയിനിലെ സെവ്യൂട്ടയിലെത്തിയ 72,000 കുടിയേറ്റക്കാരിൽ 50,000-ലധികം കുടിയേറ്റക്കാരെ മൊറോക്കോയുടെ കാല് പിടിച്ച് അങ്ങോട്ടേക്ക് തിരിച്ചയച്ചു എന്നത് വാസ്തവമാണോ എന്ന് പരിശോധിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. അനധികൃതമായി സ്പെയിനിലെത്തിയാൽ അവർക്ക് മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കുടിയേറാം. അതിനുള്ള പഴുതുകൾ ഉപയോഗിക്കാൻ മനുഷ്യ കള്ളക്കടത്തുകാർക്കും അറിയാം. പലസ്തീന് ഇത്രയധികം പിന്തുണ കൊടുത്ത സ്പെയിനിനെ അസ്ഥിരപ്പെടുത്താൻ ആസൂത്രിതമായ നീക്കം ഇസ്രയേൽ നടത്തുന്നുവെന്ന സംശയമാണ് ഇപ്പോൾ സ്പെയിനിനും. ആഫ്രിക്കയിൽ ഇപ്പോഴും കോളനി വാഴ്ച തുടരുന്ന സ്പെയിനിൻ്റെ ഇരട്ടത്താപ്പ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇസ്രയേലിന് കഴിഞ്ഞു. ഇതൊരുപക്ഷെ സ്പെയിനിന് തന്നെ വലിയ തിരിച്ചടിയുമാകും. ആഫ്രിക്കയിൽ ഇപ്പോഴും മൊറോക്കോയുടെ വശത്തായി കോളനി വാഴ്ച തുടരുന്ന സ്പെയിനിന് ഇസ്രയേലിനെ വിമർശിക്കാൻ എന്തവകാശമെന്നാണ് ഇസ്രയേൽ തിരികെ ചോദിക്കുന്നത്. സെവ്യൂട്ടയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിലൂടെ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ സ്പെയിൻ കൈയടക്കി വെച്ചിരിക്കുന്ന ആഫ്രിക്കൻ പ്രദേശം തുറന്നു കാട്ടാനും ചിലർക്ക് കഴിഞ്ഞു. ശരി, ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്ന സ്പാനിഷ് മന്ത്രി ഓസ്കർ പൂവിൻ്റെ മറുപടിയിലെല്ലാമുണ്ട്. പണി കൊടുത്തത് ഇസ്രയേൽ തന്നെ. ഗാസയ്ക്ക് വേണ്ടി സംസാരിച്ചതിന് സ്പാനിഷ് സർക്കാരിനെ ദുർബലപ്പെടുത്താൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് എന്ന് സ്പാനിഷ് രാഷ്ട്രീയ നിരീക്ഷകനായ കർലോനിയ അലോൻസോ പറയുന്നു. സ്പെയിൻ പിടിച്ചിരിക്കുന്നത് വല്ലാത്തൊരു പുലിവാലാണ്. സ്പെയിനിനെ ഷെങ്കൻ വിസയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഇറ്റാലിയൻ രാഷ്ട്രീയ നേതാക്കൾ ശക്തമായി ആവശ്യപ്പെടുന്നു. മൊറോക്കോ വഴി ഇസ്രയേൽ പിന്തുണയോടെ യൂറോപ്പിലെ തീവ്ര വലതുപക്ഷം നടപ്പാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ സ്പെയിനിൽ നടക്കുന്നത് എന്നാണ് സ്പെയിനിൻ്റെ വാദം. യാത്രാരേഖകളൊന്നുമില്ലാതെ ഒരു ചാർട്ടേഡ് വിമാനം മുൻപ് ദക്ഷിണാഫ്രിക്കയിലെത്തി. അതിൽ 150-ലേറെ ഗസയിൽ നിന്നുള്ള പലസ്തീൻ സ്വദേശികൾ. ഈ സംഭവത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്ന ആരോപണമെന്ന് ദക്ഷിണാഫ്രിക്ക ഉയർത്തി. ജോനാസ്ബർഗിലെ OR താംപോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എയർ ഫ്രാൻസിന്റെ പ്രത്യേക വിമാനം ലാൻഡ് ചെയ്തത്. പലസ്തീൻ സ്വദേശികളിൽ നിന്ന് വലിയ തുക ഈടാക്കിയതിനു ശേഷമാണ് ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റിവിട്ടത് എന്നായിരുന്നു അന്ന് പുറത്തുവന്ന വിവരം. ഇതിന് പിന്നിൽ ഇസ്രയേലാണെന്ന ആരോപണം ഉയർന്നു. പക്ഷേ ഇസ്രയേൽ മിണ്ടിയില്ല. ഗാസയിൽ നിന്ന് അവിടെ എത്തിയ പലസ്തീനികളെ ഒഴിവാക്കിയാൽ അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വലിയ ക്ഷീണമാകും. ചുരുക്കത്തിൽ അവർക്ക് അഭയം കൊടുക്കാൻ ദക്ഷിണാഫ്രിക്ക നിർബന്ധിതരായി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇത്തരത്തിൽ പലസ്തീനികളെ ഇസ്രായേൽ കയറ്റിവിട്ടിട്ടുണ്ട് എന്ന ആരോപണം ആ കാലഘട്ടത്തിൽ ശക്തമായിരുന്നു. എന്തായാലും ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്ന രാജ്യങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ കിടന്നാലും പണി കൊടുക്കാൻ ഇസ്രായേലിന് പ്രത്യേക വിരുതുണ്ട്. സൈബർ ആക്രമണങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ എന്നിവയിലൂടെ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള വിരുത് അത് ഇസ്രായേലിൻ്റേത് ഒന്ന് വേറെ തന്നെ. മുൻപ് ഇസ്രായേലി കമ്പനിയായ
NSO ഗ്രൂപ്പിൻ്റെ പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ നീക്കങ്ങളും നയതന്ത്രചര്യയും നിരീക്ഷിച്ച സംഭവം ലോകത്തിൽ വലിയ ചർച്ചയായിരുന്നു. സാങ്കേതിക മേഖലയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ. അവരോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങളൊക്കെ. മറുവശത്ത് അമേരിക്ക എപ്പോഴും ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്നതിൽ ഒരു കാരണം കൂടിയുണ്ട്. സാങ്കേതിക മേഖലയിൽ അവർ കൈവരിച്ച അത്ഭുതകരമായ നേട്ടം. ഇറാനെ മുട്ടുകുത്തിക്കാൻ ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇസ്രയേലിനെ തന്നെയാണ് ഇപ്പോൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. പലപ്പോഴും US കോർപ്പറേറ്റ് ലോബികളെ ഉപയോഗിച്ചാണ് തങ്ങളുടെ മറ്റു രാജ്യങ്ങളിലുള്ള ശത്രുക്കളെ ഇസ്രയേൽ നേരിടുന്നത്. പലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന രാജ്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ നല്ലത്. പലസ്തീനെ നിരായുധീകരിക്കാനുള്ള അമേരിക്കയുടെ പദ്ധതി, അതിനെപ്പോലും തള്ളിപ്പറയുകയാണ് മറുവശത്ത് ഇസ്രയേൽ. ഗസയിൽ എന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഗാസ മുനമ്പിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രയേൽ നടത്തുന്നത്. ശത്രുവിൻ്റെ മടയിൽ കയറി തീർക്കുക എന്ന തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും ഓടിയൊളിക്കില്ല എന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. അത് നമ്മൾ പലപ്പോഴും ലെബനനിലും ഗാസയിലും കാണുന്നു. ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുവരെ ഗാസയിലെ നമ്മുടെ നിലവിലെ നിരകളിൽ നിന്ന് സൈന്യം പിൻവാങ്ങില്ല എന്ന് നെതന്യാഹു ഇന്ന് പ്രഖ്യാപിച്ചു. ഗാസയിലെ യഥാർത്ഥ മഞ്ഞുരേഖയിലേക്ക് ഇസ്രായേൽ പിന്നോട്ട് പോകണമെന്ന് അമേരിക്ക പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ആക്രമിച്ച് തകർത്ത ഇസ്രായേൽ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന് വീണ്ടും ലോകത്തോട് ആവർത്തിക്കുന്നു. കരുത്തോടെ അവർ ഗസ മുനമ്പിൽ നിലയുറപ്പിക്കുമ്പോൾ മറുവശത്ത് ഹിസ്ബുള്ള തലപൊക്കിയാൽ അവരെ തീർക്കും എന്നതാണ് അവരുടെ പ്രഖ്യാപിത നിലപാട്. ഇതുതന്നെയാണ് ഇസ്രയേൽ പലസ്തീനെ പരസ്യമായി പിന്തുണച്ച് തങ്ങളെ തള്ളിപ്പറയുന്ന രാജ്യങ്ങൾക്ക് നേരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രയോഗിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.